പെണ്ണ് വായിക്കുന്നവളാണെങ്കിൽ വായിച്ച് അവളുടെ മേലെ ആശയം കേൾപ്പിക്കപ്പെട്ടാൽ പോരാ, അത് സ്വീകരിക്കൂല എന്നാണ്. കാരണം ഒരു ഖാരിൻ്റെ ജോലി വായിക്കലാണ്. ആരോ വായിച്ചിട്ട് ഇതിലുള്ളത് പറഞ്ഞു കൊടുക്കലല്ല. അവൾ വായിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലായിരിക്കവേ അവളുടെ നേരെ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ ഫലാ ത്വലാഖ, തലാഖ് സംഭവിക്കുകയില്ല. ഫിൽ അസ്വഹി, അസ്വഹ് അനുസരിച്ച്, അസ്വഹിൻ്റെ മാറ്റം അനുസരിച്ച് സംഭവിക്കും. ഫഹ്മ് മാത്രമാണ് മുറാദ്, അസ്വഹിൻ്റെ മാറ്റം. തലഫുദ് മുറാദല്ല. തലഫുദ് തന്നെ വേണം എന്നാ പറയുന്നത്. വേറൊരാൾ വായിച്ചിട്ട് അതിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്താൽ പോരാ. എന്താ തലാഖാവാത്തത്? ലിഅദമി ഖിറാഅത്തിഹ, അവൾ വായിക്കാത്തത് കൊണ്ട്. മഅ ഇംകാനിഹ, അവൾക്ക് വായിക്കാൻ സൗകര്യം ഉള്ളതോടുകൂടി. അന്നേരം ഒരു ചോദ്യം ഒരു ഉത്തരവ്. അതാ ഖാദിൻ്റെ മസല 10-123 ചോദ്യചിഹ്നമായി കളിക്കുന്നു. ഖാദിയെ നീക്കുന്നതാണ് ഈ എഴുത്ത് വായിച്ച് തീരലോടുകൂടി. അയാൾ വായിച്ചതേ ഇല്ല, ഒരാൾ വായിച്ച് കേൾപ്പിച്ചു, എന്നാ ഖാദി സസ്പെൻഡായി. ഇതേ മസല. ഖാദി വായിക്കാൻ സാധിക്കുന്ന ആളായതോടുകൂടി അയാൾ മനഃപൂർവ്വം വായിക്കാതിരുന്നു. ഈ വന്ന കത്ത് വേറെ ആരോ വായിച്ചിട്ട് ആരോട് പറഞ്ഞു, എന്നാ ഖാദി ഇറങ്ങിപ്പോയിക്കൊള്ളണം, അവൻ്റെ ഡ്യൂട്ടി അവസാനിച്ചു. എന്താ അങ്ങനെ? ഓൻ ഖാദിയല്ലേ. ഇതാ ഖറഅത കിതാബി ഹാദാ, എന്നാ മാനേജർ എഴുതിയത്, എൻ്റെ ഈ എഴുത്ത് ഖാദിയാർ വായിക്കലോടുകൂടി നിന്റെ പണിയിൽ നിന്ന് നീ തെറിച്ചിരിക്കുന്നു, ഇറങ്ങിപ്പോയിക്കൊള്ളണം. എന്നാലും വായിച്ചാലെന്തായാലും ആവും. ആ അതുപോലെ പ്രസിഡന്റ് എഴുതി ഖാദിക്ക്, ഇതാ ഖറഅത കിതാബി ഫഅന്ത മഅ്സൂർ, എൻ്റെ ലെറ്റർ കിട്ടലോടുകൂടി നീ വായിക്കലോടുകൂടി ഫഖറഅഹു, അതിനെ വായിച്ചു, തആലാഹു വഫഹിമ മാ ഫീഹി വഇല്ലം യതലഫദ് ബിഹി വൽ മുറാദു സത്റുൽ അസ്ലാം. നേരത്തെ പറഞ്ഞ പോലെ, തലാഖിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ പിണ്ടി മാത്രം. ബിസ്മിയും ഹംദും സലാത്തും മൽസലാമും മുന്നേ അതൊന്നും വേണ്ട. ഇന്നസല ലിവുജൂദി ശർത്തി വകദാ ഇൻ ഖുരിയ അലൈഹി ഫിൽ അസ്ഹി വഇൻ കാന ഖാലിയൻ, കാര്യാണെങ്കിൽ ശരി. ലഅന്നൽ ഖസ്ത ഇലാമുഹു ബിൽ അസ്ലി ലാ ഖിറാഅതുഹു, ഇവിടുത്തെ ഉദ്ദേശം അറിയിക്കലാണ്. വഫാറഖ മാ മറ ഫീ നദീരിഹി ഫി തലാഖി, തലാഖ് 8:22 പറഞ്ഞതുപോലെ അല്ല ഇവിടെ. തലാഖ് 8-ാം ജുസ് 22 എന്ത് പറഞ്ഞുവോ ആ വിധിയല്ല ഇവിടെ. എന്താ ഇവിടെ? ആദത്തൽ ഹുക്കാം, ഭരണാധിപന്മാരുടെ ഡ്യൂട്ടി അയ്യുഖറഅ അലൈഹി, പത്രം പോലും ഓർ വായിക്കലില്ല. ഒരു മുരീദ് കിടന്ന് വായിച്ച് അപ്പടി കേക്കലാന്ന് കടന്നിട്ട് ഓർക്ക് കിടന്ന് വായിക്കാൻ ടൈം. ഫലൈസൻ നദറു ഇല്ലാ അലാ ഉസൂലി ഖബറിൽ അസ്ലി ഇലൈഹിം. അപ്പോൾ അവിടുത്തെ പർപ്പസ് എന്താണ്? അസ്ലിന്റെ വിഷയത്തിലല്ലാതെ പറഞ്ഞു. ബിഖിലാഫിൽ മർഅത്തിൽ ഖാരിയത്തി, വായിക്കുന്ന മർഗത്തിന് മാറ്റമായിട്ട്. ഇതാ ഖറഅതി എന്ന് പറയുമ്പോൾ പെണ്ണ് കാര്യത്താണെങ്കിൽ അവൾക്ക് വിഷയം കിട്ടിയാ പോരാ. അപ്പൊ 10-123 അല്ലേ? അതാ വഇന്നമൻ അസലൽ ഖാദി ഫീ നദീരി ദാലിക, ഇതേപോലുള്ളൊരു മസലയിൽ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഖാദി സസ്പെൻഡ് ആയല്ലോ, സ്വന്തം വായിക്കാതെ. അത് ലിഅന്നൽ ആദത ഫിൽ ഹുക്കാം അൻ യുഖറ അലൈഹിം അൽ മകാതീബൂൻ,
എന്നല്ല ആദത്താ പതിവ് ഫിൽ ഹുക്കാമി ഹാക്കിമുൻ ഹുക്കം വലി കരീമിൻ വബഖീലിൻ ഫുഅല കദാലിമാ ലാഹുമാ ഖദ് ജുഇല വമിസ്ലുഹുൽ ഫുആലു ഫീമാ ദുക്കിറ ഹാക്കിം ഹുക്കാം ഹുക്കാമിലുള്ള ആദത്ത് അയ്യുഖ്റ അലൈഹിം അൽ മകാതീബു ലെറ്ററുകൾ വായിച്ച് കേൾപ്പിക്കപ്പെടലാണ് ഫൽ ഖസ്തു ഇലാമുഹു അപ്പോൾ ഈ എഴുതിയവൻ്റെ ചിന്താഗതി എന്താണ് ദൂന ഖിറാഅത്തിഹി ബിനഫ്സിഹി എന്നല്ല ബിഖിലാഫി മാ ഹുനാ കൂടാതെ വായിദൻ ഫൽ അസ്ലു ലാ യസിഹു തഅലീഖുഹു അവിടെ വേറെയും ഒരു പ്രശ്നമുണ്ട് ഒരാളെ നീക്കുക എന്നത് വേറെ ഒരു ഷർത്തിനോട് ബന്ധിപ്പിക്കൽ ജായിസല്ല ഇത്തിഖാക്കും പോലെയോ തലാഖ് ചൊല്ലും പോലെയുള്ള പണിയല്ല ജോലിയിൽ നിന്ന് തെറിപ്പിക്കൽ മര്യാദയ്ക്ക് ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കണം എന്ന് അറിയാം അല്ലെങ്കിൽ നീക്കാം തഅലീഖാക്കി വെക്കലില്ല ഇന്നതുണ്ടായാൽ നീ സസ്പെൻഡായി ഇന്നതുണ്ടായിട്ടില്ലെങ്കിൽ നീ തുടരണം അങ്ങനെയുള്ള ഒരു എക്കശക്കുണ്ട് അവിടെ ഫൽ അസ്ലു ലാ യസിഹു തഅലീഖുഹു തഅലീഖ് സഹിയാവാത്ത വിഷയമാണ് ഫതഅയ്യന ഇറാദതു ഇലാമിഹി ബിഹി അപ്പോൾ ഈ എഴുതിയവന്റെ തീരുമാനം എന്ത് തന്നെ ബിഖിലാഫി തലാഖി തലാഖിന്റെ അടുത്ത് തഅലീഖ് പറ്റും അതുകൊണ്ട് മാത്രമല്ല ഉദ്ദേശം ഇനി വൈലം തകുൻ ഖാരിയതൻ ഫഖുലിയ അലിഹ തലഖത്ത് അവൾ എഴുത്ത് വായന അറിയുന്ന ആളല്ല ഒന്നിക്ക് തീരെ അറിയില്ല അല്ലെങ്കിൽ ഈ എഴുതിയ ഭാഷ അറിയില്ല അവൾക്ക് വായിക്കാൻ അറിയില്ല ഫഖുലിയ അലിഹ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ തലഖത്ത് എപ്പോഴേ ഇൻ അലിമ ഹാലഹ അത് കൈതാണ് നിഹായ മുഗ്നി തുഹ്ഫ എല്ലാം പറയുന്നുണ്ട് ഇൻ അലിമ ഹാലഹ ബിഖിലാഫി മാ ഇദാ ലം യഅലം ഹാലഹ അവളുടെ അവസ്ഥ അറിയില്ലെങ്കിലല്ല പറഞ്ഞത് അവളുടെ അവസ്ഥ അറിയുമെങ്കിലാ പറയുന്നത് അവൾക്ക് വായിക്കാൻ അറിയില്ല എന്ന് കരുതി ഉറപ്പിച്ചുകൊണ്ടാണ് ഇവൻ എഴുതുന്നത് അപ്പോൾ അവന്റെ ചിന്താഗതി എന്താ ആരെങ്കിലും കേൾപ്പിക്കലായിരിക്കും ഓള് വായിക്കൂല എന്ന് ഉറപ്പല്ലേ ഇൻ അലിമ ഹാലഹ ഫിൽ ഉമ്മിയ്യത്തീൻ വായിക്കാൻ സാധ്യമല്ല എന്ന ആ വസ്തുത ആര് മനസ്സിലാക്കി വെച്ചാൽ കാരണം വായന എന്നത് ഉമ്മിയിന്റെ ഹക്കിൽ മഹമൂലത്തുൻ അത് ചുമത്തപ്പെടുന്നതാണ് അലൽ ഇത്ലായി അതിനുള്ള കാര്യം അറിയുക ഈ എഴുതുന്ന ആക്കന്നെ എത്രയേ ആശ ഉള്ളൂ ആ ഈ എഴുത്തിന്റെ ഉടമ ഈ ഇതിലുള്ള സംഗതി അറിയണം എന്നേ നീയത്തുള്ളൂ അവൾ തന്നെ വായിക്കണം എന്നുള്ളൊരു ജസ്മ് ആയിരിക്കില്ല കാരണം ഉമ്മിയല്ലേ ഉമ്മിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം ഉമ്മിയെ വായിക്കേ വേണ്ട ഇപ്പൊ വായിക്കുക എന്ന് പറഞ്ഞാൽ മജാസാണ് ഈ തഅലീലിൽ നിന്ന് യൂഖദു പിടിക്കപ്പെടും അന്നഹാ ലൗ തഅല്ലമത് വഖറാതുഹു ഇനി പുതിയൊരു അനുഭവം പറ ഇതിൽ നിന്ന് തന്നെ പിടിക്ക് ഇതിൽ നിന്ന് തന്നെ പിടിക്കേ എന്താ അന്നഹാ ലൗ തഅല്ലമത് ഓള് പഠിച്ചു ഭർത്താവ് ഇപ്പോഴും ഈ പെണ്ണിനെ പറ്റി അഖീദ വെച്ച് പുലർത്തുന്നത് നീയത്താണ് അവൾ പ്രൈവറ്റ് ആയിട്ട് എന്തായി പഠിച്ചിനി എന്നിട്ട് വായിച്ചും ചെയ്ത് അങ്ങനത്തെ ഒരു മസല വന്നൽ കാരിയ അടവാവ് ഔവിന്റെ മേനെ വേറെ മസല ഇതിന്റെ പൂരകല്ല അല്ലെങ്കിൽ എന്നിട്ട് പറഞ്ഞു കൊടുത്തു തലഖത്ത്
എന്തായി എന്നാലും തലാഖായി. അത് കിട്ടിയല്ല നിനക്ക് തന്നെ. കാരണം കസ്ത എന്താ ഇത്തിലായി വഖദ് ഉജിദ. ഇനി ഫഇല്ലം യഅലം നേരത്തെ അതിന്റെ മുഹ്തറസ് ഇന്നലി മഹാലഹ എന്നതിന്റെ മുഹ്തറസ് ഫഇല്ലം യഅലം. അവനിപ്പോഴും വിചാരിക്കുന്ന എന്താ ഈ പെണ്ണ് ആരാണ് അറിയാം. എങ്കിലും അവൻ ഒരിക്കലും തൃപ്തിപ്പെടോ വായിച്ച് കേൾപ്പിക്കപ്പെടലുകൊണ്ട് എന്നാലും തതുലഖ് ഇല്ലാ ഇൻ തഅല്ലമത് വഖറഅതുഹു പഠിച്ചിട്ട് വായിച്ചാലോ കുറച്ച് വൈകിക്കും. ഓൻ അതെന്നെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അനക്ക് പറഞ്ഞെടുത്തിട്ടോളൂ അതേപോലെ പറഞ്ഞു വായിച്ചായിട്ട് കിട്ടൂലേ? ഇല്ല, ഇതന്നെ വായിക്കണ്ടേ. ഇതായിട്ടെ മഫൂല്. അന്നേരം മഖൂല് മറ്റൊന്നായില്ലേ, പറ്റൂല. തലാഖ് പാഠം കൊടുക്കുന്ന അവസ്ഥയാണ്. തലാഖ് ചൊല്ലാൻ ഞാനില്ല, എല്ലാം നീ വേണ്ട പോലെ ആയിക്കോ. വക്കാലത്തും ഉണ്ട്, ടെൻഡർ കൊടുക്കലും ഉണ്ട്. ഇനി പറയുന്ന വക്കാലത്തല്ല, ടെൻഡർ. തഫ്വീൽ എന്നാ പറയല്. പെണ്ണിനെ പറ്റി മുഫവ്വദത്ത് എന്ന് പറയും. തഫ്വീലിന്റെ തലാഖ് എന്ന് പറയും. ഇങ്ങനെ ടെൻഡർ കൊടുത്തിട്ട് നടത്തിയാൽ ഇവനോ ഇതിൽ ഒന്നും ഗുണമായിട്ടോ ദോഷമായിട്ടോ ഒരു കാമുണ്ടെന്നില്ല. പെണ്ണിന് ടെൻഡർ കൊടുക്കുമ്പോൾ പെണ്ണിനെ കൊടുക്കാം, അജ്നബീനെ കൊടുക്കാൻ പാടില്ല. അജ്നബീനെ കൊടുക്കുന്നുണ്ടെങ്കിൽ വക്കാലത്താ വേണ്ടി. അന്നേരം വക്കാലത്തിൻ്റെ വിധി വിലക്കുകളാ വരുത്ത്. ഫസ്ലുൻ ഫീ തഫ്വീൽ ത്വലാഖി ഫസ്ലുൻ ഫീ തഫ്വീൽ ത്വലാഖി ഇലൈഹാ. തലാഖ് വിട്ടുകൊടുക്കുന്നതിൽ പറയുന്ന ഫസ്ൽ. വമിസ്ലുഹു തഫ്വീൽ ത്വലാഖ് പോലെ തന്നെയാകുന്നു തഫ്വീലുൽ ഇദ്ഖിലിൽ ഖിന്നി. ഇദ്ഖിനെ വിട്ടുകൊടുക്കുക ആർക്ക്? അടിമക്ക്. അപ്പോൾ സയ്യിദ് പറയുക, നീ മോചനാകുന്നുണ്ടെങ്കിൽ ആയിക്കോ, എനിക്ക് മുടക്കൊന്നുമില്ല. ഓൻ തീരുമാനിക്കും പോലെ എല്ലാം A to Z ഓനെ ഏൽപ്പിച്ചു. ലഹു തഫ്വീൽ ത്വലാഖിഹാ ലഹു തഫ്വീൽ ത്വലാഖിഹാ ഇലൈഹാ. അതായത് ലാ ഇലൽ അജ്നബിയ്യീൻ, അജ്നബിയിലേക്ക് വക്കാലത്ത് കൊടുക്കാം. എന്റെ ഭാര്യനെ നീ തലാഖ് ചെല്ലുന്നു, അന്നേരം തലാഖ് ചെല്ല തന്നെ വേണം. ഇതങ്ങനെയല്ല, തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് പറയല് അന്തമുത്തല്ലാഖത്ത് അന്തമുത്തല്ലാഖുന്ന്, ഇങ്ങോട്ടാണ് തിരിച്ചിട്ട് റിപ്ലൈ. അങ്ങനെ ആകണ്ടെങ്കിൽ ഇത് സൗജ തന്നെ ആവണം, വിവാഹത്തിന് മാനേജർ തന്നെ ആകണം. അജ്നബിയായാ പറ്റോ? ഇല്ല. തൊലിഖീ നഫ്സഖീന്ന് ടെൻഡർ കൊടുത്താൽ തഫ്വീലായി. തൊലിഖീ നഫ്സഖീന്ന് എഴുതിയിട്ട് കൊടുത്ത തഫ്വീലിന്റെ കിനായത്തായി. അപ്പൊ നിയത്ത് വേണം. യഅനി അൽ മുകല്ലഫത, അവൾ കൊണ്ട് മുറാദാക്കുന്നത് ആരെ മാത്രമാണ്? വേറെ ആളോട് കോണ്ടാക്ട് ഇല്ല നമുക്ക്. ലാ ഗൈറഹാ ഇലൈഹാ ഇജ്മാൽ. പിന്നെ ഹവി തല്ലിഖീ നഫ്സകി ഇൻ ശീതീൻ, തല്ലിഖീ നഫ്സകി ഇൻ ശീതീൻ. വബുഹിസ, ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. വബുഹിസ ഇബ്നു അബ്ദുൽ ഹൈതമി പറഞ്ഞിട്ടുള്ളൂ. മസല സഹിഹ്. നിഹായ പറഞ്ഞത് ഔജഹ് ഔജഹ്. അപ്പൊ ഈ ബഹിസ തമാശക്കുള്ള ഒരു മസല അല്ല. ഇബ്നു ഹജർ ബഹിസാന്നേ പറഞ്ഞിട്ടുള്ളൂ. നിഹായ കട്ടിയോടെ പറഞ്ഞു. അന്ന മിൻഹു, തഫ്വീലിൽപ്പെട്ടത് തന്നെയാണ് ഖൗലഹു, ഭർത്താവിന്റെ വാക്ക്. ലഹ തല്ലിഖീനി, വിട്ടുകൊടുത്ത കഥ പറഞ്ഞിട്ടില്ല. അമ്രുഫീലി തല്ലിഖീനി, എന്താ തല്ലിഖീനി എന്താ? എന്നിട്ടോ ഫഖാലത്ത്, പെണ്ണിതാ ഉത്തരം കൊടുക്കുന്നു, അന്ത ത്വാലിഖുൻ അന്ത ത്വാലിഖുൻ, നീ ആരാകുന്നു? സലാസൻ, അതോട് കൂട്ടിയതാണ്. 1 2 3 ഞമ്മൻ പറഞ്ഞിട്ടില്ല.
ആടാ നമുക്ക് പോയിന്റ് കിടക്കുന്ന അന്തതാലിക്കിൻ്റെ അടുത്താണ്. നേരെ മറിച്ച് തൊല്ലത്തു നഫ്സി എന്നാ പറഞ്ഞെങ്കിൽ സ്വരീഹ തന്നെയായി. പറഞ്ഞ അമ്രിന് ഒത്ത ജവാബായതുകൊണ്ട് തൊല്ലത്തു നഫ്സി എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ കിനായത്താക്കണ്ട. ഇതെന്നായി സ്വരീഹ തന്നെയായി. ആര് തലാഖ് ചൊല്ലിയ പോലെ തന്നെയായി. ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. ലാകിന്നഹു കിനായത്തുൻ. പക്ഷേ ഇതെന്താണ്? ഓന്റെ വക്കൽ നിന്നും കിനായത്ത്, ഓളെ വക്കൽ നിന്നും കിനായത്ത്. രണ്ട് ഭാഗത്തും കിനായത്ത് കിടക്കുന്നുണ്ട്. എവിടെയും പരിശുദ്ധമല്ല ഇത്. തലാഖായിനോ ആയിട്ടില്ലേ എന്നും തീരുമാനിക്കാനായിട്ടില്ല. അവൻ കരുതണം. അവൻ തഫ്വീലിനെ കരുതി ഇലൈഹ അവളിലേക്ക് തഫ്വീലാക്കുന്നു എന്ന് അവൻ നിയത്ത് വെക്കണം. അവന്റെ കിനായത്തതല്ലേ. വഹിയ അവളും നിയത്ത് ചെയ്തു തത്ലീഖ നഫ്സിഹ. വഹിയ നവത്ത് തത്ലീഖ നഫ്സിഹ. ഫൈനവ അത്തഫ്വീല ഇലൈഹ വഹിയ നവത്ത് തത്ലീഖ നഫ്സിഹ. രണ്ടും കൂടി ഉണ്ടെങ്കിൽ തലഖത്ത്. രണ്ടിൽ നിന്ന് ഒരാളും തന്നെ കരുതിയിട്ടില്ല. അല്ലെങ്കിൽ ഭർത്താവ് കരുതിന് ആര് കരുതിയിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ കരുതിന് ആര് കരുതിയിട്ടില്ല. ഈ രൂപത്തിലെല്ലാം ഫല എന്താവൂല, ഒന്നാവൂല. അപ്പോൾ ഇത് കിനായത്താണെന്ന് പറഞ്ഞല്ലോ. അത് തലാഖിന്റെ വിഷയത്തിൽ കിനായത്തായി. ഇനി അതത് തീർച്ചപ്പെടുത്ത്. അതത് തീർച്ചപ്പെടണ്ടെങ്കിൽ തഫ്വീലിന്റെ നേരത്തെ നമുക്ക് വിട്ടുതരണം. ആ അധികാരം ഉപയോഗപ്പെടുത്തിയും വേണം, എന്നാലേ അതതാവുള്ളൂ. ഇവൻ വിട്ടു തന്നതിൽ എണ്ണം പറഞ്ഞോ? പിന്നെ എങ്ങനെ ഇനി അതത് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല. ഇനി പറഞ്ഞ എണ്ണം തന്നെ ഉപയോഗിക്കണം. ഇവ 3 എന്ന് പറഞ്ഞ് പെണ്ണ് 2 ചൊല്ലിയിട്ടുള്ളത് 2 ആകുന്നുള്ളൂ. പറഞ്ഞത് ഉപയോഗിക്കുകയും വേണം. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്താലാവൂല. ഫസയത്തി 25, 26 മറിച്ച് നോക്ക്. രണ്ടെത്ര അതിൽ നോക്കി തീരുമാനിക്കും. 25, 26 നിങ്ങളെ കിതാബിൽ 55, 56 എല്ലാം 25, 26. അതാ അധികാരം കൊടുക്കാൻ ഓള് ചൊല്ലിയിട്ടും ഫലയില്ല. അധികാരം കൊടുത്തിട്ട് ഓള് ചെല്ലാതിരുന്നാൽ ഫലയില്ല. രണ്ട് ഭാഗത്തും ഇത്തിഫാക്ക് വേണം, എന്നാലേ എന്താവുള്ളൂ, എണ്ണത്തിന് പരിഗണിക്കുള്ളൂ. ഇനി ഈ പാഠം കൊടുക്കൽ എന്താ? ഈ ടെൻഡർ തംലീക്കാണോ അല്ല തൗക്കീലാണോ? തൗക്കീലാകുമ്പോൾ താഴ്ന്ന നിലവാരത്തിലേക്ക് പോയി. തംലീക്കാവുമ്പോൾ അവൾ പൂർണ്ണ ഭരണാധികാരിയായി. അവൾക്കൊരു പ്രൈസ് അടിച്ച ഒരനുഭവമായി, ഒരു ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. എന്താ വേണ്ടി? ഇത് തലാഖിന്റെ തംലീക്ക് തന്നെയാണ് ഫിൽ ജദീദി. അവൻ വേണോ വേണ്ടയോ എല്ലാം ഉപയോഗപ്പെടുക്ക്, അവൾ തീരുമാനിക്കും. പെട്ടെന്നായി പോണം. സമ്മാനം കൊടുക്കുമ്പോൾ അന്നേരം ഏറ്റുവാങ്ങണം എന്ന് പറഞ്ഞ പോലെ. വൈകിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടൂല. തഫ്വീള് അവളുടെ ഗറളുമായി ബന്ധിച്ചതാകുന്നു. അതുകൊണ്ട് ഇത് സമമായിരിക്കുന്നു. എന്താ? മറ്റിതല്ലാതെ മറ്റു തംലീക്കുകളോട് സമമായി. എല്ലാ തംലീക്കിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുന്നു വേമ്പാന്ന് പറഞ്ഞു, വാങ്ങിയിട്ടില്ലെങ്കിൽ പോയില്ലേ, പിന്നെ ഇനി കൊടുക്കണോ വേണ്ടിയോ തീരുമാനം എടുക്കട്ടെ. കേട്ട മാത്രമേ പെണ്ണെന്താക്കിക്കൊള്ളണം. തൊലാക്ക് സംഭവിക്കാൻ ഓള് ഫൗറൻ നിലക്ക് തൊലാക്ക് ചെല്ലണം. എത്രത്തോളം സാധാരണ മത തഹീറിനെ തേടാറുണ്ട്. ഈ സ്ഥലത്ത്
വല്ലപ്പോഴും എമർജൻസി മത്തയാണ്. അപ്പോ മുഹത്തമത് അനുസരിച്ച് മുഹത്തമത് എന്ന് പറഞ്ഞാൽ ഇബിനാദുല്ലമീന്റെ മുഹത്തമത് ഇബിന് ഖാസിം എന്ന് പറഞ്ഞ മുഹത്തമത് വന്നത്. ബാക്കിയുള്ള ആൾ അംഗീകരിച്ചിട്ടില്ല. എന്റെ തബീഹിൽ പറയുന്നു മത്ത വന്നത് കൊണ്ട് തഹീർ പറ്റും. ഇബ്നുൽ മുഖരിയും പറയുന്നുണ്ട്. ഉസ്ഫൂനി, ഹിജാസി, അർദവീലി തഹദീബിലുണ്ട്, നസ്സുണ്ട്. അതുപോലെ മുഹമ്മദ് റംലി തർപ്പിച്ച് പറയുന്നുണ്ട് മത്ത ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണ്ട, വേണ്ട, അത് മാത്തിനും മർത്തൂതുമാണ് എന്നാണ് വിനാദർ വാദിക്കുന്നു. ഇത് അങ്ങനത്തെ ഘട്ടമാണ് പോലും. ഇവിടെ മത്ത പറഞ്ഞാലും മുന്നോട്ട് പോകില്ല. എന്ത് വേണം, ഇത് തഫ്വീളായ അടുത്താന്നേ. ലൗഖാല വക്കൽതുക്കി ഫീ തലാഖി നഫ്സിക്കി എന്നാണ്. അവിടെ എന്ത് വേണ്ട, അത് സാധാരണ ഓർഡിനറി വക്കാലത്താണ്. മുഅ്മിനീലുണ്ട് ആരെ വേണമെങ്കിലും വാക്കാല. അത് തഖീറിനെ വിളിച്ചറിയിക്കും. ഇതെന്ന് പറഞ്ഞ തംലീക്കാണ്. അതുകൊണ്ട് മത്ത ഉപയോഗിച്ചാൽ പോലും എന്ത് വേണം, ഉടനെ തന്നെ എത്ര ഉടനെ, വിടമുണ്ടാവരുത്. അവന്റെ ഏൽപ്പിക്കലിന്റെയും ഇവളുടെ ഈക്കായിന്റെയും ഇടയിൽ ഒരു ലഹള പോലും മുറിയാൻ പാടില്ല. ഇവൻ നിർത്തുമ്പോഴൊക്കെ പുറത്തു തുടങ്ങണം. ഇവിടെ തലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞത് അത് ഫൗറിന്റെ തൈലീൽ. എന്തിനാണാവോ ഫൗർ? തംലീഖിന്റെ ജവാബ് ഉടനെ ആകട്ടെ. ആ ജവാബിന്റെ സ്ഥാനത്താണ് അത് തത്ലീഖ്. അതെ, ഇവിടെ തത്ലീഖ് ജവാബു തംലീഖി, തംലീഖിന്റെ ജവാബിന്റെ സ്ഥാനത്താണ്. ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതിന്റെ സ്ഥാനത്താണ് എന്ത്, തത്ലീഖ്. ഫകാന കഖബൂലിഹി, തത്ലീഖ് ആയിരിക്കുന്നു തംലീഖിന്റെ കബൂൽ പോലെ. തംലീഖിന്റെ കബൂൽ എങ്ങനെയാ? ഖബിൽതു തംലീഖക്കാൻ, അതിന്റെ അതേ സ്ഥാനത്താണ് ഖബിൽതു തംലീഖക്കാൻ എന്താവും? അതേപോലെയാണ് ഇവിടെ തത്ലീഖ്. അതുകൊണ്ട് ഫൗർ വേണം. വഖബൂലുഹു ഫൗരിയ്യൻ, തംലീഖിന്റെ ജവാബ് അവിടുത്തെ കബൂൽ എന്താ? വഖബൂലുഹു ഫൗരി ആവണല്ലോ. അടുത്ത സാധാരണ തംലീഖിന്റെ കബൂല് ഫൗരി ആവണല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ തംലീഖ് എന്ന് പറഞ്ഞ തത്ലീഖാണ്. അതുകൊണ്ട് അതും ഫൗരി ആവണം. അതാണ് വഹാദാ മഅനാ ഖൗലിഹിം. വഹാദാ മഅനാ ഖൗലിഹിം. അതായത് തല്ലീഖി നഫ്സക്കി എന്ന് പറയുമ്പം മല്ലക്തുക്കി തത്ലീഖ നഫ്സിക്കി എന്നാണ്. അപ്പോൾ ഉത്തരം പറയും തല്ലഖ്തു എന്ന് പറഞ്ഞാൽ കബിൽതു വ തല്ലഖ്തു എന്നാണ് അതിന്റെ മുറാദ്. കബിൽതു എന്നത് അവിടെ വന്ന്, തല്ലഖ്തും വന്ന്, രണ്ടിനും കൂടി ഒരു കലിമത്ത് മതി. തല്ലീഖി നഫ്സക്കി എന്ന് പറഞ്ഞാൽ മല്ലക്തുക്കി തത്ലീഖ നഫ്സിക്കി. അപ്പൊ തല്ലഖ്തു എന്ന് അവൾ പറഞ്ഞാൽ തന്നെ കബിൽതു വ തല്ലഖ്തു രണ്ടുമായി. ലിഅന്ന തത്ലീഖഹ നഫ്സഹ മുതളമ്മിനുൻ ലിൽ ഖബൂൽ. തത്ലീഖ് ചെല്ലലോട് കൂടി തത്ലീഖുമായി കബൂലുമായി. എന്നാൽ സർക്കശി പറഞ്ഞല്ലോ, സർക്കശി ഒരു പുതിയ വാദം. ഉദൂലുഹു, മുസന്നിഫിന്റെ തെറ്റൽ. ശർതു ഖബൂലിഹ, ഫശർതു ഖബൂലിഹ തത്ലീഖുഹ ഫൗറൻ. ശർതു ഖബൂലിഹ കൗനുഹു ഫൗറൻ. ഷർത്ത് കബൂലിഹ, അവളുടെ കബൂലിന്റെ ഷർത്ത് അയ്യകൂന ഫൗറൻ, നിർബന്ധമാണ് എന്ന് പറയേണ്ടടുത്ത് ഇല തത്ലീഖുഹ ഫൗറൻ. എന്താ ഈ വാർത്ത ഉപയോഗിച്ചത്? ഷർത്ത് കബൂലിഹ അയ്യകൂന ഫൗറൻ എന്ന് പറയേണ്ട സ്ഥാനത്ത് തത്ലീഖുഹ ഫൗറൻ എന്ന് ഉപയോഗിച്ചു. കബൂലിന്റെ സീഗ മതിയാവൂല, തത്ലീഖിന്റെ സീഗ തന്നെ വേണം എന്നറിയിച്ചു. തത്ലീഖ് തന്നെ വേണം, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സർക്കസി വാദിക്കുന്നുണ്ട്. പക്ഷേ വഹുവ മുഖാലിഫുൻ ലികലാമി ശർഹി, ശർവാൻ ശരിയാക്ക്, ലികലാമി ശാരിഹി എന്നല്ല, ശർഹി, ശർഹുൽ കബീർ, അടിയിൽ നിന്ന് നാലാമത്തെ വരി.
ഈ കലാമി ഷാരി എന്നായിപ്പോയി ഞാൻ ചെറുവാനീൻ. നാലാമത്തെ ഷർഹി എന്നാണ്. ഷറൽ കബീറിനോടെതിരാണ്. ഇസ്മു ഫായിലെല്ലാം റൗദനോടും എതിരാണ്. റൗദന്റെ കലാമിനോട് ഹൈസു ഖാല ഷറൽ കബീറും റൗദയും പറഞ്ഞിരിക്കുന്നത് ഇന്ന തത്ലീഖ യതളമ്മനുൽ ഖബൂൽ. എന്താണ് അവളുടെ തത്ലീഖ്? ഇന്ന തത്ലീഖ യതളമ്മനുൽ ഖബൂലാണ്. വഹുവ യഖ്തദി അല്ലോർ പറയുന്നു ഇന്ന തത്ലീഖ യതളമ്മനുൽ ഖബൂൽ എന്നത് തേടുന്നത് അൽ-ഇക്തിഫാ ബിഖൗലിഹാ ഖബിൽതു. ഖബിൽതു പറഞ്ഞാലും മതിയാകും. ഇതാ ഖസദത് ബിഹി തത്ലീഖ എന്ത് കരുതണം എന്ന് മാത്രം. അപ്പൊ ഖബിൽതു മതിയാവില്ല എന്നാ? ഖബിൽതു പറഞ്ഞാലും തലാഖ് തന്നെയാവും. ആണ്. വന്ന ഹഖഹ അവളുടെ മര്യാദ അൻ തഖൂല ഹാലൻ ഉടനെ അവൾ പറയലായിരുന്നു ഖബിൽതു തലഖ്തു പൂർണ്ണമായ രൂപം. വല്ലാഹിറു ഇസ്തിറാത്തുൽ ഖബൂലി അലൽ ഫൗർ. ഖബൂലിന്റെ സീഗയാണെങ്കിലേ ഫൗർ വേണ്ടതുള്ളൂ. ഇതെല്ലാം സർക്കശി പറയുന്നത്. രണ്ട് സ്ഥലത്തും ഫൗർ വേണമെന്നാണ് അറിയിച്ചത്. രണ്ട് സീഗ പറയുമ്പോ അല്ലേ അന്തഖൂലാലൻ ഖബിൽതു തലഖ്തു അതും തെറ്റാണ്. സർക്കശി പറയും. അവർ പറഞ്ഞു കഴിഞ്ഞ് വല്ലാഹിറു ഇസ്തിറാത്തുൽ ഖബൂലി അലൽ ഫൗർ. ഫൗറ് വേണ്ടത് എവിടെ മാത്രമാണ്? വലാ ഇസ്തറത്തു തത്ലീഖു അലൽ ഫൗർ. തത്ലീഖിന്റെ സീഗ എന്താക്കേണ്ടതില്ല. ഫൗറ് വേണ്ട. ഇന്താ സർക്കശി പറഞ്ഞ മുഴുവൻ കാര്യം തീർന്നു. എല്ലാം തീർന്നു. ഇനി അതിലുള്ള പോരായ്മ പറ. ഇതൊക്കെ വഈദുൻ ജിദ്ദാ. വഈദുൻ ജിദ്ദാ. ഹക്കിനോട് അടുത്തതേ എല്ലാം കൂടി എല്ലാം പോക്കാം. ബൽ അസ്സവാബു തഅയ്യുനുഹു. ഏത് തന്നെ പറയണം. ഖബിൽതു പോരാ പിന്നെ വേണം ഒന്ന്. പിന്നെ വലാ യുസ്തർ പിന്നെ വകലാമുഹുമാ ലാ യുഖാലിഫു ദാലിക. വകലാമുഹുമാ അവരെ കലാം. അവർ രണ്ടാളുടെയും കലാം. ആ രണ്ട് കിതാബിന്റെയും കലാം. ഷറൽ കബീറിന്റെയും ലാ യുഖാലിഫു ദാലിക. തത്ലീഖ് തന്നെ വേണം എന്നതിനോട് എതിരെന്നല്ല. അവർക്ക് അങ്ങനെ തന്നെ ചിന്താഗതി. ലിമാ ഖറർതുഹു ലിഅന്ന തത്ലീഖ ഹുനാ മുതദമ്മിൻ പറഞ്ഞിട്ടില്ലേ? ആ നാം സ്ഥാപിച്ചതായ ഒന്നിന് വേണ്ടി സ്ഥാപിച്ചതെന്ത് മുത്തളമ്മിനാണെന്ന് പറഞ്ഞു. ലിഅന്ന തത്ലീഖ ഹുനാ മുതൽക്ക് തത്ലീഖ് തന്നെ ഖബൂൽ എവിടെ സ്ഥാപിച്ചത്? ഫീമാനഹു. അവർ ആ രണ്ട് കിതാബിന്റെയും മൈനയിൽ ആ രണ്ട് കിതാബിന്റെയും കലാമിന്റെ മൈന കലാമിഹിമായിലേക്കാണ് നടക്കേണ്ടത്. ആ രണ്ട് കിതാബിന്റെയും കലാമിന്റെ മൈന എന്താ? ഖറർതുഹു എന്ത് അന്ന ഹാദ തളമ്മുന തത്ലീഖ് ഖബൂല എന്ന് പറഞ്ഞില്ലേ? ആ തളമ്മുൻ ഔജബൽ ഫൗരിയത ബിഹി. എന്താ? ഫൗരിയത്തിനെ തന്നെ നിർബന്ധമാക്കുന്നുണ്ട് അല്ലേ? ലലിക്തിഫാ ബിമുജറദിൽ ഖബൂൽ. എന്തിനല്ല? മുജറദുൽ ഖബൂൽ അല്ല. ഖബൂൽ മാത്രം മതി എന്നൊരിക്കലും കിട്ടൂല. ലിഅന്നഹു ഖബൂൽ മാത്രമായിരുന്നെങ്കിൽ ലാ യന്തളിമു മഅ ഖൗലിഹി തലഖി നഫ്സകി. എന്തിനോട് ചേരൂല? തലഖി നഫ്സകിന്റെ ഇജാബത്ത ഖബിൽതു വൈ ഖസദത്ത് അവൾ കരുതിയാലും ശരി ബിഹി ഖബൂൽ കൊണ്ട് തത്ലീഖ തത്ലീഖിനെ കരുതിയാലും ശരി അത് മുൻതളിമ വരൂല. അതുകൊണ്ട് യോജിക്കൂല. അതുകൊണ്ട് തത്ലീഖ് തന്നെ വേണം. ഇനി ഒരു പരാതിയും കൂടെ ഉണ്ട്. വഖൗലുഹു സർക്കശിയുടെ ഖൗലി വഅന്ന ഹഖഹ പറഞ്ഞില്ലേ? അവിടെയുണ്ട് വേണ്ടാത്തത് വന്നിട്ടുണ്ട്. എന്താ? ഇലാ ആഖിരിഹി യുനാഫി. അത് എതിരായി പോയല്ലോ മാ ഖബലഹു അതിന്റെ മുമ്പുള്ളതിനോട്. ഖബിൽതു തലഖ്തു പറയണം എന്നാ പറഞ്ഞു. അത് എതിരായി. എന്താ?
ഇതിനോട് ഏതെങ്കിലും ഒന്ന് മതി. ആ കബല ആ കബുലഹു എന്താ ഒന്ന് മതി, ഒന്ന് മതി എന്ന് പറഞ്ഞത്. ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടും പോണം എന്നാ പറയും. ഒന്ന് മതി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും പോണം. കബിൽത്തു ആയാലും മതി എന്നും പറയും. അതിൽ ഉത്തരമുണ്ട്, ശരിയായ ഉത്തരം ബാക്കിൽ വരുന്നുണ്ട്, വെച്ചിട്ടില്ല. ഇപ്പൊ ഇബിനാദർ പറയും പറഞ്ഞത് നേരെയായിട്ടില്ല പോലും. വാന്ന ഹക്കഹ എന്ന് പറഞ്ഞിട്ട് രണ്ടും പറയണം എന്ന് നിർബന്ധാക്കി. എന്നിട്ട് ഇതിന്റെ മുമ്പ് പറഞ്ഞു ഒന്ന് മതിയെന്ന്. ലാസിയമാ കൗലുഹു, പ്രത്യേകിച്ച് സർക്കസിയുടെ വാക്ക് വല്ലാഹിറു മുതൽക്ക്, അതാ വല്ലാഹിറു ഇസ്റാത്തുൽ ഖബൂൽ അവിടെ നിന്നിട്ടുണ്ട്. രണ്ടെണ്ണം വേണമെന്നും പറഞ്ഞ്, ഒന്നേ വേണ്ടു എന്ന് ആദ്യം പറഞ്ഞ്, രണ്ടിനും പകർ വേണ്ട എന്നാൽ എന്നിട്ട് പറയുന്ന ഒന്നിനെ പകർ വേണ്ടു. എന്ത് തലതിരിച്ച് എന്നല്ലത് ഈ കാലഹു അഫലൻ, ആദ്യം പറഞ്ഞത് അന്നഹു ലാ യക്ഫി ഖബിൽതു, ഏതുപോലെ എന്ത് കരുതിയാലൊഴികെ. പിന്നെ എങ്ങനെ വീണ്ടും പറഞ്ഞത് രണ്ടും വേണം. അവിൽ ഇക്തിഫാ ബി ഖബിൽതു, ഖബിൽതു എന്നതിൽ മാത്രം എന്ത് മതി, ഫൗലിയത്ത് മതി, മറ്റേ ഫൗലിയത്ത് വേണ്ട എന്നെങ്ങനെ പറയല്. സുമ്മ തത്ലുഖു ബഅദു, തലാഖ് എപ്പോൾ ചൊല്ലിയാലും മതി എന്നല്ല എങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് ഫസവാബു ഖിലാഫു മാ ഖാലഹു ഫിൽ കുല്ലീൻ, എന്താ മൊത്തം അവർ പറഞ്ഞത് തെറ്റാണ്. ഖണ്ഡനം കൊടുക്കുക, ഓരോ ഗണ്ണനം ഇവന് ഖാസിമിലെല്ലാം പറഞ്ഞിട്ടുണ്ട്.